ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാനുള്ളത് എൻ്റെ നാട്ടിലാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ നാട്ടിൽ ചെറുനീരുള്ള ഒരു ചെറിയ ഗ്രാമം, താന്നിമൂടെന്ന് പറയും. അപ്പോൾ ഇവിടെ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് എനിക്ക്. ഞങ്ങൾ കുട്ടിക്കാലത്ത് വെക്കേഷൻ ആകുമ്പോൾ ഈ വയലിലും ഇവിടെ കുഞ്ഞു തോടൊക്കെ ഉണ്ട്. ഈ തോട്ടിലേക്ക് വേണം കളിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് വന്നപ്പോൾ ഇങ്ങനത്തെ ഇവിടെ പണ്ട് നല്ല വയലായിരുന്നു. ഈ രണ്ട് വശത്ത് തോട്, ഇവിടെയും തോട് നിറച്ച് വെള്ളം കാണാം കേട്ടോ. അപ്പോൾ തോടൊക്കെ വറ്റി ഇവിടെ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല തോന്നുന്നു. പണ്ട് ഇവിടെയെല്ലാം കുളിക്കുമായിരുന്നു എല്ലാവരും. അതുപോലെ തന്നെ ആ ഭാഗത്തും ആ തോടുണ്ടായിരുന്നു. ആ തോട്ടിൽ കളിക്കാനായിട്ട് നമ്മൾ എന്നും വരുമായിരുന്നു മിക്കവാറും ഒക്കെ. വീട്ടിൽ നിന്ന് വിടത്തൊന്നുമില്ല, എന്നാലും ഇത്തിരി നേരത്തേക്കെന്നും പറഞ്ഞിട്ടൊക്കെ ഓടി വന്ന് നമ്മൾ കളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇതൊരു നടവഴിയാണ്. പണ്ട് ഇവിടെ ചെറിയ വഴിയായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു കാറ് പോകുന്ന ഒരു വഴിയാക്കിയിട്ടുണ്ട്. നല്ല കാടാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, എൻ്റെ അനിയത്തിയുടെ മോന. അപ്പം ഞാനും അവനും കൂടെയാണ് ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. നാട്ടിലൊക്കെ വന്നപ്പോഴത്തേക്ക് നാട്ടുകാരെയൊക്കെ കണ്ടു, സംസാരിച്ചു. എന്നെ ഇപ്പോൾ എന്നും കാണാറില്ലോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് നാൾ ആൻഡമാനിലൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് കുറവാണ്. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചൊക്കെ നിന്നു. എന്ത് ഭംഗിയല്ലേ. പിന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്ന്. എനിക്ക് ഈ പച്ചപ്പ് കാണുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു പ്രത്യേക ഫീലാണല്ലേ നമ്മുടെ നാട്ടിൻപുറത്ത് ഇതുപോലെ ശാന്തമായിട്ടുള്ള സ്ഥലത്ത് വന്ന് കുറച്ച് നേരം കാറ്റും കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിപ്പോൾ കൂടെ ഒരാൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കാം. ഇപ്പം നല്ല വെയിലുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയതാണ്. വരുന്ന വഴിക്ക് നമ്മുടെ നാട്ടുകാരെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നിന്നപ്പോൾ സമയം പോയി. ഇപ്പം നല്ല വെയിലായി. പിന്നെ ഇവിടെ അടുത്തൊക്കെ അമ്പലത്തിൽ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അത്ര ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴത്തെ കാഴ്ച ഇതാണ് കേട്ടോ. കുറച്ച് കൊക്കുകളെ കാണാം, പിന്നെ പോത്താണ്, പോത്തുണ്ട്. പശുവിനെ കാണുന്നില്ല ഇവിടെ. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച ഇപ്പം ഇവിടെ കാണാനുള്ളൂ. മുമ്പ് എന്ത് ഭംഗിയായിരുന്നു, നല്ല പൊക്കത്തിൽ വയലൊക്കെ ഇങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുമായിരുന്നു. നല്ല രസമായിരുന്നു അതൊന്ന് കാണാനായിട്ടൊക്കെ. ഇപ്പോഴും നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സുഖമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനും അക്കൂസും കൂടെ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ.